ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനു അവളുടെ ചിറ്റപ്പന്മാരെ ഭീഷണിപ്പെടുത്തുമ്പം അവർ ചോദിക്കുന്നുണ്ട്, ഈ നരുന്ത് പോലത്തെ നീ ഞങ്ങളെ എന്ത് ചെയ്യാനാ? മീനു പറയും, ഇനി നിങ്ങൾ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോയെന്നോ എൻ്റെ അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നോ ഞാൻ അറിഞ്ഞ അതിൻ്റെ ഭവിഷ്യത്ത് മാരകമായിരിക്കും. കുന്നുമൽ തറവാട്ടിൽ നിന്ന് കൂടും കുടുക്കെടുത്ത് ഇറങ്ങേണ്ടി വരും എല്ലാത്തിനും. കുന്നുമൽ തറവാട് എൻ്റെ അച്ഛൻ അവകാശപ്പെട്ടതാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകളായ എനിക്കും ഭാര്യയായ എൻ്റെ അമ്മയ്ക്കും കൂടെ അവകാശപ്പെട്ടു. ഇത്രയും നാളും ഞാനത് പറയാതിരുന്നത് നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങളാണെന്നോർത്ത് മാത്രമാ. ഇനി നിങ്ങൾ കാരണം എൻ്റെ അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മറിച്ച് ചിന്തിക്കാൻ എനിക്ക് ഒരുപാട് നിമിഷം വേണ്ട. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്, ഓർമ്മയിരിക്കട്ടെ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ മീനു എവിടുന്ന് പോകുമ്പോഴത്തേക്കും സിദ്ധാർത്ഥനോട് മറ്റവൻ ചോദിക്കുന്നുണ്ട്, അവൾ ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് ചേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിന്നത്? ഏട്ടൻ്റെ വായിൽ എന്താ പഴമായിരുന്നോ? അവളോട് മറുത്ത് രണ്ട് വാക്ക് പറയാതെ എനിക്ക് സമാധാനം കിട്ടില്ലെന്നും പറഞ്ഞ് അവൻ പുറകെ പോകാൻ തുടങ്ങുമ്പോൾ സിദ്ധാർത്ഥ തടയും. നീ ഒന്നും പറയണ്ട, അവളോട് എന്ത് പറയണമെന്ന് എനിക്കറിയാം. മീനു പാർവതിയോട് ചെന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥ പുറകെ വന്ന് പറയും, അങ്ങനെ പോകാൻ വരട്ടെ, നീ എങ്ങനെ മാസ് ഡയലോഗ് അടിച്ച് മിടുക്കിയായിട്ട് പോകാൻ വരട്ടെ. പാർവതി പറയുന്നുണ്ട്, മോളെ നമുക്ക് വഴക്കൊന്നും വേണ്ട, വാ നമുക്ക് പോയേക്കാം. ബുദ്ധിയും ബോധവും നശിച്ച് ഇന്നോ നാളെയെന്നോ പറഞ്ഞ് കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന നിന്റെ തന്തയുടെ പേരും പറഞ്ഞ് കുന്നുമൽ തറവാട്ടിൽ നിന്ന് ഞങ്ങളെയൊക്കെ പുറത്താക്കാന്ന് നീ കരുതിയോ? അതിന് വെച്ച വെള്ളം പൊന്നുമുളങ്ങ് വാങ്ങി വെച്ചേക്ക്. ആദ്യം നീ പോയി നിന്റെ കുടുംബ ചരിത്രം പഠിച്ചിട്ട് വാ. നിന്റെ അച്ഛനും അമ്മയും ആരാന്നും അവരെങ്ങനെ കല്യാണം കഴിച്ചു എന്നും പോയി നോക്ക്. അത് കേട്ട് പാർവതിക്ക് ചെറിയ പേടിയാവുന്നുണ്ട്. അയാൾ പറയും, ഈ നിൽക്കുന്ന പാർവതി മോഹനചന്ദ്രന്റെ ഭാര്യയാണെന്നും നീ അയാളുടെ മകളാണെന്നും ആദ്യം തെളിയിക്ക്, എന്നിട്ട് മതി അവകാശ തർക്കം. മീനു പറയും, ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. ഈ പാർവതി മോഹനചന്ദ്രന്റെ ഭാര്യയാണെന്നും ഞാൻ അദ്ദേഹത്തിന്റെ മകളാണെന്നും തെളിയിച്ചിരിക്കും. അതൊക്കെ കേട്ട് അയാൾ ചിരിക്കുമ്പോഴത്തേക്കും മീനു പറയുന്നുണ്ട്, അന്നും നിങ്ങളുടെ മുഖത്ത് ഈ ചിരി ഉണ്ടായിരിക്കും. ഇതെല്ലാം കേട്ട് പാർവതി ശരിക്കും ഞെട്ടലോടെ തകർന്നു നിൽക്കുകയാണ്. മീനു പറയും, വാ അമ്മേ നമുക്ക് പോവാം. അവര് പോകുമ്പം സിദ്ധാർത്ഥ് അവിടെ നിന്ന് പകയോടെ ചിരിക്കും. പിന്നീട് കാണിക്കുന്നത് നിരുപമ എന്തൊക്കെയോ ഫോണിൽ നോക്കി ഗാർഡനിൽ ഇരിക്കുവാണ്. ഹർഷൻ അങ്ങോട്ട് ചെന്ന് അവളുടെ അടുത്തിരിക്കും. അവന്റെ മനസ്സിൽ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ്. ശിവരഞ്ജനിയുടെ മകള് നിരുപമയായിട്ട് നീ കൂടുതൽ അടുക്കണം, ആ അടുപ്പം നിങ്ങളുടെ വിവാഹത്തിൽ കൊണ്ടുവന്ന് എത്തിക്കണം, പിന്നെ ഈ കാണുന്ന സ്വത്തെല്ലാം നിന്റെ പേരിലാണ്. നിരുപമ ചോദിക്കും, ഇന്നെന്താ ഓഫീസിൽ പോയില്ലേ? അവൻ പറയും, നല്ല സുഖം തോന്നിയില്ല, ചെറിയൊരു ടെമ്പറേച്ചർ പോലെ. നിരുപമ അവന്റെ നെറ്റിയിലൊക്കെ കൈ തൊട്ട് നോക്കും. അതിന് വലിയ ചൂടൊന്നും ഇല്ലല്ലോ, നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം, വാ ഞാൻ കൊണ്ടുപോകാം. ഹർഷൻ പറയും, നമ്മളെ കെയർ ചെയ്യുന്ന ഒരാള് നമുക്ക് വയ്യത്തപ്പം ഇങ്ങനെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ പകുതി അസുഖം മാറും. നിരുപമ പറയും, ഹർഷൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. ഹർഷൻ പറയും, താൻ എൻ്റെ നെറ്റി തൊട്ടപ്പം തന്നെ എൻ്റെ പാതി അസുഖം മാറി. ഞാനിവിടെ അനുഭവിക്കുന്ന ഏകാന്തതയും ഒറ്റപ്പെടലും ഒന്നും തനിക്കറിയില്ല, അതൊന്നും ഷെയർ ചെയ്യാൻ എനിക്ക് ആരുമില്ല. നിരുപമ പറയും, ഹർഷൻ എന്ത് വേണമെങ്കിലും എന്നോട് തുറന്നു പറയാലോ, അതിനെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കഴിഞ്ഞ കുറേ നാളായി ഞാൻ നീരുവിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു, പിന്നെ ഒന്നും തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്ക് നീരു ആ സമയം തന്നെ ശിവരഞ്ജിനിയും സുഹാസിനിയും ഓരോ വശത്ത് വന്ന് നിപ്പുണ്ട്. ഹർഷൻ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാ അത് നീരുവിനോട് പറയുന്നേ? അവള് ചോദിക്കും, ഒരു പനി വന്നതിനാണോ ഇത്രയും ബിൽഡപ്പ്? നീ വാ, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അവന്റെ കയ്യിൽ പിടിക്കും. അവൻ പറയും, ഞാൻ പറഞ്ഞു വന്നത് പനിയുടെ കാര്യം മാത്രമല്ല, പിന്നെ എന്താ? നീരു ചോദിക്കും. സുഹാസിനി ഇതെല്ലാം കണ്ട് ചിരിയോടെ നിൽക്കുവാണ്. ആ സമയമാണ് നീരു ശിവരഞ്ജിനിയെ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവള് അവന്റെ കയ്യിൽ നിന്ന് പിടിവിടും. അന്നേരമാണ് ഹർഷനും സുഹാസിനിയും ശിവരഞ്ജിനിയെ കാണുന്നത്. ശിവരഞ്ജിനി ഹർഷന്റെ നിരുപമയുടെ അടുത്തേക്ക് വരുന്ന കണ്ട് അവർ രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾ രണ്ടാളും കൂടി എന്താ ഇവിടെ ചെയ്യുന്നത്? അവർ ചോദിക്കുമ്പം നിരുപമ പറയും, അല്ല ഹർഷന് സുഖമില്ലാന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറയുമായിരുന്നു. ശിവരഞ്ജിനി പറയും, വയ്യെങ്കിൽ ഡ്രൈവറെ കൂട്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. ഹർഷൻ പറയും, ഇല്ല എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പൊക്കോളാന്നും പറഞ്ഞ് ഹർഷൻ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ശിവരഞ്ജിനി നിരുപമയോട് പറയും, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? വെറുതെ കറങ്ങിയിരിക്കാതെ പോയിരുന്ന് പഠിക്കാൻ നോക്ക്. നിരുപമ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കാണ് ശിവരഞ്ജിനി സുഹാസിനിയെ കാണുന്നത്. അവര് സുഹാസിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലും. എന്നിട്ട് ചോദിക്കും, ഹർഷനും നിരുപമയും തമ്മിൽ നമ്മളറിയാത്ത എന്തെങ്കിലും അടുപ്പമുള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? സുഹാസിനി ചോദിക്കും, അതെന്താ ശിവ നീ അങ്ങനെ ചോദിച്ചത്? ശിവരഞ്ജിനി പറയും, അല്ല അവരുടെ പെരുമാറ്റം കാണുമ്പോൾ എന്തോ ഒരു അടുപ്പമുള്ള പോലെ. കുട്ടികളല്ലേ, പിന്നെ ഈ പ്രായവും എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സുഹാസിനി പറയും, ഹർഷന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ശിവരഞ്ജിനി പറയും, ഏയ് വേണ്ട, നീ ഇപ്പം അതൊന്നും ചോദിച്ച് പ്രശ്നമാക്കണ്ട, പക്ഷെ അവരുടെ രണ്ടുപേരുടെ മനസ്സിലിരിപ്പ് എന്താന്ന് കണ്ടുപിടിക്കണം. സുഹാസിനി പറയും, അത് ഞാൻ ഏറ്റു ശിവ. ശിവരഞ്ജിനി പറയും, നമ്മൾ ഈ വിവരം അറിഞ്ഞത് അവരറിയണ്ട, കുട്ടികളുടെ മനസ്സാ, അവർക്കത് വിഷമാകും. സുഹാസിനി പറയും, ഇല്ല അവരറിയാതെ തന്നെ ഞാൻ കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്തോളാം. ശിവരഞ്ജിനി പോയി കഴിയുമ്പോഴത്തേക്കും സുഹാസിനിയിൽ ഒരു വിജയച്ചിരി ഉണ്ടാവും. ഹർഷൻ പണി തുടങ്ങി. ശിവേ, നീ എത്ര എതിർത്താലും നിന്റെ മകൾ നിരുപമയെ ഞാൻ എൻ്റെ മരുമകളാക്കും. എൻ്റെ മകൻ ഹർഷൻ ഈ സാമ്രാജ്യം ഭരിക്കും. പിന്നീട് കാണിക്കുന്നത് പാർവതി ആകെ ടെൻഷനിലാണ്. മീനു ആ വെല്ലുവിളി ഏറ്റെടുത്താണ്. കാരണം പാർവതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്ത് വില കൊടുത്തും അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അവൾ ഇതിൻ്റെ പുറകെ പോയാൽ ഉറപ്പായിട്ട് സത്യങ്ങളെല്ലാം അവൾ കണ്ടെത്തും.
ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. പിന്നീട് കാണിക്കുന്നത് സുഹാസിനിയും ഭർത്താവും കൂടി കാറിൽ പോകുവാണ്. ആ സമയം സുഹാസിനി ബെന്നിച്ചനെ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വണ്ടി നിർത്താൻ ആവശ്യപ്പെടും. എന്താണെന്ന് അയാൾ ചോദിക്കുമ്പോഴത്തേനും പറയും ഞാൻ ബെന്നിച്ചനെ കണ്ടു എന്ന്. വേഗം വണ്ടി തിരിക്കാൻ പറയും. അങ്ങനെ കാറ് തിരിച്ച് ബെന്നിയെ കണ്ടിരുന്ന സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ബെന്നിച്ചനെ പിന്നെ കാണില്ല. സുഹാസിനി പറയുന്നുണ്ട് എന്താണെങ്കിലും അയാൾ നാട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി, നമുക്കിനി എങ്ങനെ അവനെ കണ്ടെത്താം. പിന്നീട് കാണിക്കുന്നത് മീനു നാരായണന്റെ വീട്ടിൽ വന്ന് നാരായണ നാരായണ എന്ന് വിളിക്കും. അവൻ പുറത്തിറങ്ങി വന്നിട്ട് പറയും ആ മീനു കയറി വാ, ഞാൻ അകത്ത് കുറച്ച് പണിയിലായിരുന്നു. അവനൊരു തോർത്ത് മാത്രം ഉടുത്തിരുന്നത്. ആ വേഷം കണ്ട് മീനു ആദ്യം ഒന്ന് അന്തിച്ച് നിന്നിട്ട് പിന്നെ പൊട്ടിച്ചിരിക്കും. അവളുടെ ചിരി കണ്ട് എന്തോ പന്തികേട് തോന്നി താഴേക്ക് നോക്കുന്ന നാരായണൻ അന്നേരമാണ് അവൻ്റെ വേഷം ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൻ അകത്തേക്ക് ഓടുന്ന വഴി വിളിച്ചു വരുന്നുണ്ട് മീനു അകത്ത് കയറിയിരിക്കും, ഞാൻ ഇപ്പം വരാം. മീനു പിന്നെയും ചിരിയോടെ അവിടെ നിൽക്കും. പിന്നെ കാണിക്കുന്നത് മീനു അടുക്കളയിൽ നിൽക്കുന്നതാണ്. നാരായണ ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങോട്ട് വന്നിട്ട് പറയും ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കിയത് ദേ ഇത്ര വരെ പണിയായിട്ടുള്ളൂ, ഇനി ഒരു 2 മണിക്കൂറെങ്കിലും ആവും ചിക്കൻ കറി ആവാൻ. മീനു പറയും 2 മണിക്കൂറോ, ഒരു 15 മിനിറ്റ് അത്രയും മതി, ഞാൻ ഉണ്ടാക്കി തരാം ചിക്കൻ കറി. അങ്ങനെ മീനു വളരെ വേഗം തന്നെ കുക്കറിൽ ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കും. അതിൻ്റെ ടേസ്റ്റ് നോക്കി കഴിയുമ്പോഴത്തേക്ക് നാരായണൻ ഒരുപാട് ഇഷ്ടമാകും. നാരായണൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതുപോലെ എന്നും സ്നേഹത്തോടെ വിളമ്പിത്തരാൻ മീനു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. എല്ലാം വിളമ്പി കൊടുത്തിട്ടും നാരായണൻ ഒന്നും കഴിക്കാതിരിക്കുന്നുണ്ട്. മീനു ചോദിക്കും എന്ത് പറ്റി, കഴിക്കുന്നില്ലേ? അത് കേട്ട് അവൻ കഴിക്കാൻ തുടങ്ങും. നാരായണൻ പറയുന്നുണ്ട് ഇത്രയും നല്ല ചിക്കൻ കറി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. മീനു പറയും അത്രയ്ക്കൊന്നുമില്ല. നാരായണൻ പറയും എടോ കളിയാക്കാൻ പറഞ്ഞതല്ല, താനും ഇരുന്ന് കഴിക്ക്. മീനു പറയും എനിക്ക് വേണ്ട, വീട്ടിൽ പോയിട്ട് അത്താഴം കഴിക്കാനുള്ളതാ. നാരായണൻ പറയും അതിന് ഇനിയും സമയമുണ്ടല്ലോ. എനിക്ക് വേണ്ട നാരായണ, വിശക്കുന്നില്ല അതുകൊണ്ടാ. നാരായണൻ പറയും ശരി, പക്ഷേ കമ്പനിക്ക് ഒരു ചപ്പാത്തിയെങ്കിലും പ്ലീസ്. അങ്ങനെ മീനുവും കഴിക്കാനിരിക്കും. കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ പറയുന്നുണ്ട് എത്ര വലിയ കേറ്ററിംഗ് വർക്കിന് പോയാലും വീട്ടിൽ അമ്മയോടൊപ്പം അല്ലാതെ ഞാൻ അത്താഴം കഴിക്കില്ല. പണ്ട് മുതൽ അതാണ് പതിവ്. ഇപ്പോഴല്ലേ അച്ഛനെ തിരികെ കിട്ടിയത്, അതും ഈ അവസ്ഥയിൽ. അച്ഛന്റെ അസുഖം മാറരുതെന്ന് കുന്നുമൽക്കാര് അത്ര ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ അച്ഛനെ ചെന്നവർ ഭീഷണിപ്പെടുത്തിയത്. മീനു പറയും അവർ അതുമല്ല അതിനപ്പുറം ആഗ്രഹിക്കും. ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്താ കുന്നുമൽക്കാർ ഇപ്പം കൈ വെച്ചേക്കുന്നത്. അത് അവരുടെ കയ്യിൽ നിന്ന് വഴുതി പോവാതിരിക്കാനാ അവരിപ്പം പല പണിയും നോക്കുന്നത്. അവരെ അടിച്ചിറക്കി വിട്ടിട്ട് നിങ്ങൾ അവിടെ കയറി താമസിക്കുക വേണ്ടത്. കേസിനോ വഴക്കിനോ എന്തിനാന്ന് വെച്ചാൽ അവർ പോട്ടെ. ഒടുവില് സത്യം തന്നെയല്ലേ ജയിക്കാൻ പോകുന്നത്, അല്ലാതെ നമ്മൾ ഇങ്ങനെ വെറുതെ മിണ്ടാതിരുന്ന എന്താ ചെയ്യുന്നത്? നാരായണൻ പറയുമ്പോൾ മീനു പറയുന്നുണ്ട് അങ്ങനെയൊന്നും അവരെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. സ്വത്തും പണവും ഒന്നും അല്ല വിഷയം. എൻ്റെ അച്ഛനോട് അവര് ചെയ്ത ക്രൂരത അത് ഒരു കാലത്തും എനിക്ക് മറക്കാൻ പറ്റില്ല. ആ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താന്ന് നാരായണൻ ചോദിക്കും. മീനു മിണ്ടാതിരിക്കുമ്പോൾ നാരായണൻ ചോദിക്കും എന്താ മീനു ഒന്നും പറയാത്തത്? മീനു പറയും സമയാവട്ടെ, എല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പറയാം. കഴിച്ചു കഴിഞ്ഞിട്ട് മീനു പറയും വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ ഞാൻ, ഇനിയും താമസിച്ച അമ്മ ടെൻഷനാകും. ഒരു ചപ്പാത്തിയും കൂടെ കഴിക്കും മീനു. വേണ്ടെന്ന് പറഞ്ഞാൽ അവൾ എഴുന്നേക്കും. നാരായണൻ എഴുന്നേറ്റിട്ട് പറയും നിക്ക് ഞാനും കൂടെ വരാം. അവൾ പറയും വേണ്ട, താൻ ഇവിടെ സമാധാനമായിട്ടിരുന്ന് കഴിക്കുക. അതും പറഞ്ഞ് അവനെ അവിടെ ഇരുത്തിയിട്ട് മീനു പോകും. പിന്നീട് കാണിക്കുന്നത് മീനു സാധനങ്ങളും വാങ്ങി അവളുടെ വീട്ടിലേക്ക് വരുന്നതാണ്. പാർവതിയുടെ മുഖം കണ്ട് മീനു ചോദിക്കും എന്താ അമ്മേ? അവർ പറയും ഒന്നുമില്ല, നീ കയ്യും മുഖമൊക്കെ കഴുകിയിട്ട് വാ, ഞാൻ അത്താഴം എടുക്കാം. അവൾ പറയും എനിക്ക് വലിയ വിശപ്പില്ല, നാരായണന്റെ വീട്ടിൽ നിന്ന് ഞാനൊരു ചപ്പാത്തി കഴിച്ചു, ഞാനിവിടെ നിന്നെയും കാത്തിരിക്കുന്നു, നിനക്കറിയില്ലേ? പാർവതി ചോദിക്കുമ്പോൾ മീനു പറഞ്ഞുകൊണ്ട് അയ്യോ എന്നാ എൻ്റെ പാറു വിളമ്പിക്കോ, ഒരു കമ്പനിക്ക് ഞാനും ഇരിക്കാം. അങ്ങനെ അവർ കഴിക്കാനിരിക്കും. പ്രാർത്ഥിച്ച ശേഷം മീനു കഴിക്കാൻ തുടങ്ങും. പാർവതി ആണെങ്കിൽ സ്പൂൺ ഇട്ട് കഞ്ഞിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കണ്ട് മീനു ചോദിക്കും അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത്? അമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പാർവതി പറയും അമ്മയുടെ മനസ്സിൽ എന്തോ പേടി പോലെ. പേടിയോ എന്തിന്? മീനു ചോദിക്കുമ്പം അവർ പറയും അതറിയില്ല മോള്, ആരുമായിട്ടും ഒരു പ്രശ്നത്തിനും പോകണ്ട. അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.